ചെറുപ്പത്തിലെ വരയ്ക്കുമായിരുന്നു. സാധാരണ കുട്ടികൾ വരയ്ക്കുന്ന പോലെ തന്നെ ഞാൻ വരച്ചിരുന്നു. പക്ഷേ എങ്കിലും അമ്മയുടെ ഒരു സപ്പോർട്ട് കൂടുതലുണ്ടായിരുന്നു. അനിയത്തിനെ പ്രസവ സംബന്ധമായിട്ടുള്ള തിരക്കിലേക്ക് പോകുമ്പോഴേക്കും പിന്നെ ഇളയച്ഛൻ്റെ മകള് രമണി ചേച്ചി അവിടെ വീട്ടിലുണ്ടായിരുന്നു. അവർ മലയാളം വിദ്വാൻ്റെ ട്രെയിനിങ്ങിന് വന്നതായിരുന്നു. അപ്പോൾ അവർ ആണ് ഈ ആർട്ട് മെറ്റീരിയൽസൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. പിന്നീട് 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രീ ഡിഗ്രിക്ക് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഫൈൻ ആർട്സിനെ കുറിച്ച് പറയുന്നത്, അമ്മയുടെ ചേച്ചിയുടെ മകൻ ഗോപിച്ചേട്ടൻ തൃശ്ശൂർ സൂവിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം പോയിരുന്നത് ഫൈൻ ആർട്സ് കോളേജിന്റെ മുന്നിലൂടെയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഫൈൻ ആർട്സ് കോളേജിനെ കുറിച്ച് പുള്ളിക്ക് അറിയായിരുന്നു. അപ്പൊ ഞാൻ വരയ്ക്കൊന്നും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം ഞാൻ വരച്ചിട്ട് അത് അദ്ദേഹത്തിന്റെ അനിയന്റെ പോലെയായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും എൻട്രൻസ് ഉണ്ട്. അപ്പോൾ എൻട്രൻസ് ചെയ്യാൻ കോച്ചിങ് ഒന്നുമില്ല, നമ്മൾ നേരിട്ട് പോവുകയാണ് ചെയ്തത് ആദ്യമായിട്ട്. അപ്പോൾ ഗോപിച്ചേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൻ്റണി ചേട്ടൻ അവിടുത്തെ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്തു, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് മിക്കവാറും ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ എൻട്രൻസിൽ കിട്ടിയില്ല. അപ്പോൾ അതെനിക്കൊരു സങ്കടമായിട്ട് തോന്നിയില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് സാമുവൽ മാഷ് പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചേരാമെന്നുള്ളത് വിചാരിച്ചുകൊണ്ട് പ്രൈവറ്റായിട്ട് അവിടെ ചേർന്നു. ഡീപ്പായിട്ടുള്ളൊരു പഠനം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അതായത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ജോമെട്രി, ഹിസ്റ്ററി. സാമുവൽ മാഷ് അവിടെ ഒരു എക്സാം, ലോവർ എക്സാം കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മൾ അത്യാവശ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾക്കും ചെറുതായിട്ട് കളറും ചെയ്യുന്ന രീതിയിലായിരുന്നു നമുക്ക് കോച്ചിങ് തന്നിരുന്നത്. ആ സമയത്താണ് നമ്മൾ ടോം വടക്കൻ്റെ അച്ഛൻ ആന്റണി ദേവസ്യ മാഷ് ഡൽഹിയിൽ നിന്ന് വന്നിട്ട് പുള്ളി തൃശ്ശൂർ പടിഞ്ഞാറേ കോട്ടയിലെ ഒരു കേരള കലാഭവൻ എന്ന് പറഞ്ഞ ഒരു സ്കൂൾ ഓഫ് ആർട്സ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ക്ലാസ് ഒക്കെയാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ഞാൻ അവിടെ പോയി ചേർന്നു. അപ്പോഴേക്കും ഹയറിന് ഫീസ് അടച്ചിരുന്നു. ആ സമയത്തായിരുന്നു 2ാമത്തെ ഫൈൻ ആർട്സിലെ എൻട്രൻസ്. പക്ഷേ അപ്രാവശ്യവും നമുക്ക് കിട്ടിയില്ല. പക്ഷെ ആന്റണി മാസ്റ്റർ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കുണ്ടായിരുന്നൊരു ഗുണം, സാറിൻ്റെ ആർട്ടിലുള്ള എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. അപ്പോൾ നമുക്ക് അത് കലാകാരന്മാരെ കുറിച്ചുള്ള പഠനങ്ങളും പിന്നെ നിരവധി മാസ്റ്റേഴ്സിൻ്റെ ചിത്രങ്ങൾ കോപ്പി ചെയ്യാനുള്ള അവസരവും എല്ലാം കിട്ടിയിരുന്നു. അങ്ങനെ അവിടുന്ന് ഹയർ എക്സാം എഴുതിയിരിക്കുമ്പോഴായിരുന്നു ഫൈൻ ആർട്സിലെ 3ാമത്തെ എൻട്രൻസ് ടെസ്റ്റ്. അങ്ങനെ തൃശ്ശൂർ ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. ആ സമയത്ത് നാഷണൽ ഡിപ്ലോമ ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത സമയമായിരുന്നു. അതിനു മുമ്പ് വെറും ഡിപ്ലോമ കോഴ്സായിരുന്നു ഫൈൻ ആർട്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 2 വർഷം എല്ലാ സിലബസും നമ്മൾ പഠിക്കേണ്ട, ശില്പവും അപ്ലൈഡ് ആർട്ടും പെയിൻറ്റിങ്ങും ക്രിയേറ്റീവ് പെയിൻറ്റിങ്ങും ഗ്രാഫിക്സും അങ്ങനെ കുറേയധികം വിഷയങ്ങൾ 2 വർഷം പഠിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ പഠനം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരു ഏത് വിഷയത്തിലേക്ക് ഇനി നമുക്ക് ശ്രദ്ധിക്കണം. ഞാൻ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്കും എനിക്ക് തന്നെയായിരുന്നു. ദാമോദരൻ മാഷ്, കെ ശശി മാഷ്, അവർ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച്. ദാമോദരൻ മാഷ് എന്താ പറയുക, ബാലദിശയിൽ നമ്മുടെ കാലെടുത്ത് വയ്ക്കുന്ന ഒരു സ്റ്റെപ്പും കൃത്യമായിട്ട് പറഞ്ഞു തന്നു. പക്ഷെ ആ സമയത്ത് ശശി മാഷ് ഹയർ സ്റ്റഡീസിന് വേണ്ടി കോളേജ് ഓഫ് ഫൈനാൻസിൽ പോയിക്കായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നതോടെ ഞങ്ങൾ ആകെ മാറി. അദ്ദേഹം ക്രിയേറ്റിവിറ്റിയുടെ പുതിയ പുതിയ തലങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും പെയിൻറ്റിങ്ങിൽ
പെയിന്റിങ്ങിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തു മുന്നോട്ട് പോയിരിക്കുമ്പോഴാണ് വലപ്പാട് റാഡിക്കൽ മൂവ്മെന്റിന്റെ കൃഷ്ണകുമാർ, പ്രഭാകരൻ, ജ്യോതി ബസു, അലക്സ് മാത്യു അങ്ങനെയുള്ള വലിയ സീനിയർ ആർട്ടിസ്റ്റുമാർ അന്ന് ബറോഡയിൽ നിന്ന് വന്ന ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു നല്ല ക്യാമ്പ് കിട്ടുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ ആ കടലോരത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതവും ചുറ്റുപാടുകളും മീൻ പിടിച്ചു കൊണ്ടുവരുന്നതും പിന്നെ അതിനെ പറ്റിയിട്ടുള്ള കുറേ ക്രിയേറ്റീവായിട്ടുള്ള ഫോക്ക് സംഭവങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള ചിത്രീകരണ രീതികളും ഇതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് അന്ന് വരെ ഉണ്ടായിരുന്ന രീതികൾ അങ്ങനെ ആയിരുന്നില്ല ഫൈൻ ആർട്സ് കോളേജിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റിമറിച്ചു, നമ്മുടെ മനസ്സിനാകെ മാറ്റിമറിച്ചു. 5ാമത്തെ വർഷം നമ്മൾ ഒരു ചിത്രീകരണ രീതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പ്രത്യേകം ശശിമാഷ് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ എടുത്തിട്ട് നമുക്ക് പഠിച്ച് നമ്മുടേതായ രീതി കണ്ടെത്താം. എനിക്ക് താല്പര്യം തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് 1 വാൻ ഗോഗും 2 എൽ ഗ്രിക്കോ, സ്പെയിൻകാരനാണ്. എല്ലാവരും വാൻ ഗോഗിനെ എടുത്തിട്ടുള്ള കാരണം തന്നെ ഞാൻ എൽ ഗ്രിക്കോനാണ് എടുത്തത്. ക്രിസ്തുവിനെ കുറിച്ചാണ് കൂടുതൽ അദ്ദേഹം വരച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രൊജക്ഷനുള്ള പെയിൻറ്റിങ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഞാൻ ആ തരത്തിലുള്ള പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം തന്നെ എനിക്കൊരു പേര് വീണു, എൽ ഗ്രിക്കോ സന്തോഷം എന്നുള്ള ഒരു പേര് അങ്ങനെ ഫൈൻ ആർട്സിൽ കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ ഇയറിൻ്റെ ഏകദേശം ഒരു 6 മാസം ഉള്ളപ്പോഴാണ് നമ്മളുടെ പെയിൻറ്റിങ്ങിലൊക്കെ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ രൂപപ്പെടാൻ തുടങ്ങിയത്. ഇഷ്ടപ്പെട്ട മീഡിയം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ള അക്രിലിക്കിലാണ്, വാട്ടർ കളറിലും ആണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം എന്ന് പറയുന്നത് മിക്സഡ് മീഡിയമാണ്. ഞാൻ വാട്ടർ കളറും ഓയിൽ പേസ്റ്റൽസും ടെമ്പറ പൗഡറും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മിക്സഡ് മീഡിയ വർക്കുകളാണ് എനിക്കിഷ്ടം. കാരണം അതിനകത്ത് സഡൻ ആയിട്ടുള്ള കുറേ എഫക്റ്റുകൾ കിട്ടും. നമ്മളൊരു ചിത്രത്തിൽ നമ്മൾ പറയുന്ന ആ വിഷയത്തോടനുബന്ധിച്ചിട്ടുള്ള കുറേ ഇപ്പം സംഘർഷഭരിതമാക്കണോ അല്ലെങ്കിൽ സ്നേഹപൂർണ്ണമാക്കണോ അതേപോലെയുള്ള കരുണയുള്ളതാക്കണോ, അതിനെല്ലാം എളുപ്പം ഈ മിക്സഡ് മീഡിയ ആകുമ്പോൾ ഒരു സുഖം എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്തിട്ടുണ്ട്, സ്റ്റാമ്പുകളിൽ ചെയ്തിട്ടുണ്ട്, പാം ലീഫിൽ ചെയ്തിട്ടുണ്ട്, അതേപോലെ മരത്തിൻ്റെ തൊലിയിൽ ചെയ്തിട്ടുണ്ട്, ഇലകളിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേയധികം അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് 2015 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്ത വർക്കിനാണ്. ഇത് 2009 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ചിത്രമാണ്. ഇതിലേക്ക് വരാനുണ്ടായ ചിത്രം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ബോട്ടണി ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു എൻഡാര എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പയർവർഗത്തിലെ ഒരു ചെടി നിൽക്കുന്നുണ്ട്. ഈ വള്ളിയുടെ ഭയങ്കര സ്റ്റിഫാണ് ഈ വള്ളി. അതിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടന്ന ഒരു ആടിനെ നമ്മുടെ യൂണിവേഴ്സിറ്റി സെക്യൂരിറ്റിക്കാരും ആ ആടിൻ്റെ മേയ്ക്കുന്ന ആളും കൂടിയിട്ട് രക്ഷപ്പെടുത്തുന്ന ഒരു രംഗം കണ്ടുകൊണ്ടാണ് ഞാൻ രാവിലെ എത്തുന്നത്. അപ്പോഴാണ് ഞാൻ ഈ വള്ളിയെ കുറിച്ച് അന്വേഷിക്കുകയും അല്ലെങ്കിൽ ഈ പയർവർഗത്തെ കുറിച്ച് അന്വേഷിക്കുകയും അപ്പോൾ സൈലന്റ് വാലിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രദീപ് സാറാണ് അത് കൊണ്ടുപോയി ഇവിടെ വെച്ച് നട്ടത്തുന്നത്. അങ്ങനെയാണ് ഞാൻ ഗോഡ് സീരീസ് എന്നുള്ളൊരു സീരീസ് തുടങ്ങുന്നത്. ഇത് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് 101 ആർട്ടിസ്റ്റ്മാർ കൂടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിയുടെ ജന്മം മുതൽ മരണം വരെയുള്ള കുറേ രംഗങ്ങൾ, പ്രധാനപ്പെട്ട രംഗങ്ങൾ ചിത്രത്തിലാക്കുകയും അത് വേൾഡ് റെക്കോർഡായിട്ട് തീരുകയും ചെയ്തു. കേരള ലളിതകലാ അക്കാദമിയുടെ 2015 സ്റ്റേറ്റ് അവാർഡാണിത്. ഇത് സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്ത ഒരു ചിത്രത്തിനാണ്. ഇത് നമ്മളുടെ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ, ക്യാമ്പുകൾ, അതേപോലെ നമ്മുടെ വർക്കുകൾ, പിന്നെ നേപ്പാളിനെ കുറിച്ചുള്ളൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം കൂടി അച്ചീവ്മെൻറ്റ് അവാർഡ് ആയിട്ട് കിട്ടിയതാണ്. നേപ്പാളിൽ നിന്നായിരുന്നു. ഇത് ഈ ലാസ്റ്റ് ടൈമിൽ ചെന്നൈയിൽ നിന്ന് കിട്ടിയ നാഷണൽ അവാർഡാണ്. യാത്രകൾ വിഷയങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ്.
ഇപ്പോൾ ബോട്ടണിയുടെ അവിടുത്തെ റിസർച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് വേണ്ടിയിട്ട് സൈലന്റ് വാലി, ഇടുക്കി, ആനമല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന കുറേ സബ്ജക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൽ കയറി വരും. ചിലത് അപ്പം തന്നെ ഫോട്ടോ ക്യാമറയിൽ ഡോക്യുമെൻ്റ് ആയിട്ട് എടുത്ത് വയ്ക്കും. പിന്നെയുള്ളത് ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചില ഡ്രോയിങ്സുകൾ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന സഡൻ ആയിട്ടുള്ള ഇംപ്രഷൻസ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ തരുന്ന ഒരു ഓബ്ജക്റ്റിനെ വെച്ചിട്ട് ആദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രിബിളാണ് ചെയ്യുക. ഈ സ്ക്രിബിളുകളും സ്ട്രോക്കുകൾ പോലെയുള്ള ചില സംഭവങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്കത് പെയിൻറ്റിങ്ങിലേക്ക് എളുപ്പം കൺവെർട്ട് ചെയ്യാൻ പറ്റും. ഗോഡ് സീരീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്ത വർക്കുകൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡബിൾ സ്പേസ് എന്നാണ്, ആശ്രയിക്കാവുന്ന തലങ്ങൾ. അപ്പോൾ അതിൽ ശരിക്കും ഈ യാത്രകളുടെയും കുട്ടികൾക്ക് വേണ്ടിയുള്ള റിസർച്ച് യാത്രകളുടെയൊക്കെ ഭാഗമായിട്ട് കാണുന്ന ചെടികളും പക്ഷികളും, അതായത് മനുഷ്യ കേന്ദ്രീകൃതമല്ലാത്ത കുറേ സബ്ജക്റ്റുകൾ എന്നിട്ട് വരുന്നുണ്ട്. 2003-2004 കാലഘട്ടത്തിലാണ് ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം EMS സെമിനാർ കോംപ്ലക്സിലുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് ബഷീറിൻ്റെ മെമ്മറി ഡേ ആയിരുന്നു. അപ്പോൾ ബഷീർ അനുസ്മരണ പ്രഭാഷണത്തിൽ വർത്തമാനകാലത്തിൻ്റെ ഭാവി എന്നുള്ളൊരു ക്യാപ്ഷനിലാണ് അന്ന് കാരശ്ശേരി മാഷ് പ്രസംഗിച്ചത്. അപ്പോൾ നമുക്കതിൽ നമ്മളുടെ ബഷീറിൻ്റെ മാനറിസങ്ങളും ബഷീറിൻ്റെ ചില നർമ്മ സംഭാഷണങ്ങളും ഇതെല്ലാം വരുമ്പോൾ ആട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കയറി വന്നു. അപ്പോൾ എന്നിൽ പെട്ടെന്ന് എൻ്റെ നാട്ടിൽ, എൻ്റെ തറവാട്ടിലുണ്ടായിരുന്ന ആടുകൾ, അമ്മമ്മയുടെ ഇഷ്ടം ആയിരുന്ന ആടുകളും കോഴികളും എല്ലാം. ആർട്ട് എന്നുള്ള തന്നെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. എൻജോയ് ചെയ്തുകൊണ്ട് വരയ്ക്കുക, എൻജോയ്മെൻ്റ് ആണ് ആർട്ട്. അപ്പോൾ അതിൽ ഈ പല പല മീഡിയത്തിൽ അല്ലെങ്കിൽ പല പല പ്രതലത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ സഡനായിട്ട് കിട്ടുന്ന കുറേ ഇംപ്രഷൻസ് അല്ലെങ്കിൽ സന്തോഷങ്ങളുണ്ട്. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു അറ്റം വരെ പോകാൻ പറ്റിയത് ബ്രഷും പെൻസിലും കളറും തന്നെയാണ്.